എന്താണ് നിക്ക് വെച്ചിട്ട് പരിപാടി? ഇന്നിതാ ഈ ചെമ്മീൻ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടാ. കണ്ണൂർ സ്പെഷ്യൽ ദോശയും പിന്നെ ഇതാ ഈ ചെമ്മീൻ റോസ്റ്റും. പൊളിക്കൂലേ? ഇത് നമ്മുടെ പുഴയെന്ന് കിട്ടുന്ന കൊഞ്ച് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. കൊഞ്ച് പിന്നെ കോഴിച്ചെമ്മീൻ. കോഴിച്ചെമ്മീൻ ഞങ്ങളും അറിയല്ലേ കേട്ടാ. ഇവര് കൊഞ്ചിന്ന് അറിയില്ല. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ ചെമ്മീത്തിന് എന്താ പേര് പറയലേന്ന് കമന്റ് ഇടണം. ഇതിന്റെ കാലെല്ലാം പൊട്ടി തൂങ്ങി കേട്ടാ. പിടിച്ചപ്പോ തന്നെ പുഴയെന്ന് കിട്ടിയതാണ്. ഈ ചെമ്മീനെല്ലാം കഴിച്ച കാലം മറന്നേട്ടാ. അപ്പൊ എന്തായാലും ഈ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ കുറച്ച് ചെമ്മീൻ ലേശം ഉണ്ട് ഞാൻ വാങ്ങിച്ച ചെമ്മീനത്തില്. അപ്പൊ എല്ലാം അയ്യോ പൊട്ടി. അപ്പം എല്ലാം കൂടി ഒരു കണ്ണൂർ ദോശയും കണ്ണൂർ സ്പെഷ്യൽ ദോശയും കോഴിച്ചെമ്മീൻ റോസ്റ്റും ആക്കാന്ന് വിചാരിച്ചു. കണ്ണൂർ സ്പെഷ്യൽ മാത്രാണോന്ന് അറിയില്ല കേട്ടോ ഈ ദോശ. ഇത് അരി വെള്ളത്തിലിട്ടിട്ട് അരിയും ചോറും തേങ്ങയും ഉള്ളിയെല്ലാം കൂടി അരക്കൂലേ, പച്ചരി തലേന്ന് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ചോറും കൂട്ടിയിട്ട് ലേശം തേങ്ങയും പിന്നെ കുറച്ച് ഉള്ളിയും എല്ലാം കൂടിയിട്ടിട്ട് അരക്കും. അത് തുറന്ന് കാണിച്ചു കൊടുക്കും. ഞാനിതില്ലേ ഇതാണ് നിക്ക് പറഞ്ഞു കേട്ടോ. തേങ്ങയും ചെറിയ ഉള്ളിയും ചോറും പച്ചരിയും കൂടിയിട്ട് മിക്സിന്റെ ജാറിലിട്ട് അരച്ചത്. അച്ഛൻ വന്നിട്ടല്ലോ. എന്റെ ഹൃദയം ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്തേ? അച്ഛൻ തേങ്ങക്ക് വന്നതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കാനും പറ്റൂല. ഇതെങ്ങാനും ഒരെണ്ണം കൊടുത്താല് നമുക്ക് ഉണ്ടാവോ തേങ്ങക്ക് പൊന്നിന്റെ വിലയല്ലേ. അല്ല പിന്നെ ശശി അമ്മായി തേങ്ങ അരച്ച് കൊണ്ടുവരും. മൂന്ന് തേങ്ങ അരച്ച് കൊണ്ടുവരും. അല്ല ഇപ്പൊ എന്തിനാ വന്നേന്നറിയാമോ? തക്കാളിയും കൊണ്ടുവന്നത്. തക്കാളി റോസ്റ്റാക്കാൻ വേണ്ടി നോക്കുമ്പോ തക്കാളി ഇല്ല. പീടിയാണെങ്കിൽ ഇപ്പഴേ തുറക്കൂല്ലേ. കടത്തിലാണ് നീ കടത്തില് 3 തക്കാളി കടം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കഴിയുമ്പോ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. തക്കാളിയായിട്ട് കൊണ്ടുവന്ന അടുത്ത വീടുള്ളതുകൊണ്ട് ഞങ്ങളുടെ അയൽവക്കക്കാരോട് അങ്ങനെ കടം വാങ്ങിക്കാൻ പോക്കില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ഇവര് ഇങ്ങോട്ടും വരും വാങ്ങിക്കാൻ വേണ്ടിട്ട്. നമ്മൾ അങ്ങോട്ടേക്കും പോയി പീടിയ തുറന്നിട്ടില്ലെങ്കിലേ ഇല്ലെങ്കിൽ പീടിയ പോയി വാങ്ങിക്കും. കൊടുക്കൽ വാങ്ങൽ അപ്പുറം ഇപ്പുറം വാങ്ങിക്കാന്ന്. പക്ഷെ നമ്മളങ്ങനെ വാങ്ങിക്കല് കുറവാണ്. കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ പോവണ്ടോണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവരെ പീടിയയിൽ അയച്ചേനെ. പോയണോ? എന്താ വിശേഷം? കട്ടൻ ചായ കുടിക്കുന്നിടത്താ വന്നേ. മോൾക്ക് മക്കൾക്ക് സ്കൂളിൽ പോകണ്ടല്ലേ, അവിടെ കറിയാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഓടി ആ ചായ അവിടെ വെച്ചിട്ട്. അത് കുഴപ്പമില്ല, ഓടിപ്പോയി ചായ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോവാ. ഇവിടെ കട്ടൻ ചായ അല്ല, ഇവിടെ പാൽ ചായ. കട്ടൻ ചായ മാത്രമേ കുടിക്കൂ. അതെ, കട്ടൻ ചായയാണ് വേണ്ടത്. തോട് കളയും. ഇതെന്താ അങ്ങനെ കളയലല്ല ശരിക്ക്. ഇപ്പൊ നിനക്ക് വലുത്താനല്ലേ കഴമ്പല്ലേ വേണ്ട. നിങ്ങൾ എങ്ങനെയെങ്കിലും മുറിച്ചു. എന്നിട്ട് ഇത് ഈ സാധനം എല്ലാം കളഞ്ഞിട്ട് അതിന്റെ തലേന്ന് ആ വേസ്റ്റ് കളഞ്ഞിട്ട് തലയിലെടുക്കും. ഇവിടുന്ന് വലിച്ചു കളയും. ഞാറുണ്ട് അതങ്ങ് ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചേ ഇവിടുന്ന് നടുക്കുന്ന ഒരു ഞാറുണ്ട്. തലേന്ന് അതിങ്ങനെ കണ്ട ഇതിനുള്ളിൽ കണ്ട ഈ കാലിന്റെ ഇതിന്റെ കൈയാണ് ശരിക്കും. ആ കൈയിന്റെ ഉള്ളിൽ നല്ല ഇറച്ചി ഉണ്ടാവും. ഇതിങ്ങനെ ചെറുതായിട്ട് വിളിച്ചാൽ തന്നെ പോരും. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി എടുത്ത് ആൾക്കാർ വെച്ചിട്ട് അവസാനം തിന്നുന്ന സമയത്ത് അതെല്ലാം പൊട്ടിച്ച് കളയുന്നത്. പക്ഷെ വേണ്ട, നമുക്കിതിപ്പോ ഇങ്ങനെ കളയാം. നമുക്ക് അങ്ങനെയല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ അമ്മ ഇത് വൃത്തിയാക്കട്ടെ. എന്താ സംഭവം? ഇവിടെ എന്താ തവളെല്ലാം കുറിച്ച് പഠിച്ചെടുക്കണ എന്താ മുത്തേ? നികി ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് പോയതാ. ഞാൻ ഒഴിച്ചോട്ടെ. സജ്ജുമോൻ ആദ്യമായിട്ട് ദോശ തുടങ്ങിയാണ് കേട്ടോ. സജ്ജുമോൻ ആദ്യമായിട്ട് ചുട്ട ദോശ. ഇതാണ് സജ്ജുമോൻ്റെ ആദ്യത്തെ ദോശ. കൊള്ളാട്ടോ, ഇതിങ്ങനെ ആക്കുമ്പോഴെല്ലാം ആവുന്നുണ്ട്. സംഭവം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദോശ. എന്താ ഓ എന്ത് വരുത്താൻ? ഇത് നല്ല അടിപൊളിയായിട്ട് വരുത്തിയിട്ടുണ്ട്. കണ്ടിനാ ഇന്നത്തെ ആദ്യത്തെ ദോശ സജ്ജുമോന്റെ വകയാന്ന്. സജ്ജുമോൻ ചുട്ട ദോശയാണ് അമ്മ എന്ന്. ഇത് ഞാൻ ചുട്ട ദോശ. അത് എന്റെ മൂത്ത മോളാണിത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു മോനുണ്ടല്ലോ. അപ്പൊ രണ്ട് മക്കളുണ്ടെങ്കിലാണ് അങ്ങനെ അത് എന്റെ മോള്, എന്റെ മോക്ക് കൊടുക്കണം.
അല്ല മൂത്തത് മോള്. അപ്പൊ മോക്ക് അച്ഛാ തൊട്ട ആദ്യത്തെ ദോശ എന്റെ മോക്ക്. നല്ല അടിപൊളി ദോശ. മോനെ ചട്ടി ചൂടാകാൻ മുമ്പിലേ ഒഴിച്ചിട്ടല്ലേ നീ ഇതിന് മൊരിയണേക്ക് മുമ്പ് എടുത്ത് മറിച്ചിട്ടതല്ലേ നിന്റെ കുഴപ്പാക്കിയത്. ദോശ നശിപ്പിച്ചു മോള്, നശിപ്പിച്ചു അമ്മ. എന്തുവാടി ഓപ്പ ചുട്ട ദോശ നോക്കണ്ട ഉത്തരവാദിത്തം ഓപ്പക്കുണ്ട്. ഇത് ചപ്പാത്തിയായി ചപ്പാത്തി. അത് കുഴപ്പമില്ല, ഞാൻ തിന്നോളൂ. എനിക്കത് ഇഷ്ടമാണ് ഗൈസ്. ഞാൻ ചുട്ട ദോശ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള ചിന്താഗതി നിനക്കല്ലേ? ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോയി വരുമ്പോഴേക്കും ഓപ്പ ദോശ കഴിച്ചു വെച്ചില്ലേ? അല്ല, വെള്ളത്തിൽ കൊണ്ടിട്ട് എന്തിനാ നീ അത്? ഇതിനകത്ത് എന്റെ ഇതുണ്ട്, ഹൃദയമുണ്ട്. അറിയാം. ആദ്യമായി സജീഷ് ചുട്ട ദോശ ഗൈസ്. ഇതിൽ എഴുതപ്പെട്ടു, ഇത് ഭാവിയിൽ എഴുതപ്പെടും. ചരിത്രത്തിന്റെ രേഖ, ചരിത്രത്തിലൊരു കയ്യൊപ്പായി മാറണ്ട. സജീഷ് ആദ്യമായി ചുട്ട ദോശ ചെയ്ത് എന്ന് പറയുമ്പോ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ദോശ. എന്തായത് ഇത്? ഞാൻ എപ്പോഴും പറഞ്ഞാൽ അമീബേ. അല്ല അതില്ലേ, ചട്ടി ചൂടായോണ്ട് ഈ നോൺ സ്റ്റിക്കിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ചട്ടി ഇത് കണ്ട ഗൈസ്, വട്ടം എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, അതുപോലത്തെ വട്ടത്തില് സജീഷ് വിട്ടെടുത്ത ആദ്യമായിട്ട്. ഇത് നോക്കിയേ, ഇതെന്താണ് ഈശ്വര ഇത്? അതാ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണെന്ന് പോയി നമുക്ക് പറ്റും ഗൈസ്. ഇതൊക്കെ അല്ല തന്നെ സന്തോഷം. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഗോദോശന്റെ ആയുധം പറഞ്ഞ തെക്കോട്ട് ഒരു സൈഡ് വടക്കോട്ടൊക്കെയാണ് പോയേക്കണത്. ചെറുതാക്കി മുറിച്ചിട്ടാ മതി, എല്ലാം കൂടി മുറിച്ചിട്ടാ മതി. സെറ്റാക്ക്. വയറിലൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം ചെല്ലുന്തോറും ട്രൗസറിലെ ലൂസായാണല്ലോ വരുന്നേ. മുടിയിരുണ്ടേ ചെറുപ്പെടുക മുടി ഇത്തരല്ലോ. ഇവിടെ പ്രശ്നം, മൊത്തം പ്രശ്നം. ഞാൻ ആ ചെമ്മീനിൽ വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞു അപ്പൊ ഇവിടെ കുഴപ്പാക്കുന്ന. ചെമ്മീൻ മുറിച്ചെടുത്തിട്ടൊന്ന് കാണിക്കട്ടെ. കാണിക്കാനൊന്നും ഇല്ല, കാണിച്ചതേ. ഇതാ കാണിക്കാനില്ലെങ്കിൽ പിന്നെ എന്നാ പിന്നെ നീ ചെമ്മീൻ അത് കാണിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിനകത്ത് വീഡിയോയില്. പിന്നെ നീ കറി വെച്ചിട്ട് കാണിച്ചാ പോരെ. ഇത് ചെമ്മീൻ കറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരക്ക് കാരണം പെട്ടെന്ന് എവിടെ കാണിച്ചേ? ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ആ ചെമ്മീൻ മുറിച്ചെടുത്തിട്ട് എന്തോരം ചെമ്മീൻ കിട്ടീനി? ചെമ്മീനാണ്. പിന്നെ കുറച്ച് പൊടിച്ചെമ്മീൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇട്ടിട്ട് ഇതാ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് ദോശ കഴിഞ്ഞോട്ടെ. ഇതെല്ലാം കൂടിയിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇത് വെന്ത് വരുമ്പോ ലേശം ഉള്ളിയും ഇതെല്ലാം റോസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ ചെമ്മീനിലേക്ക് ഇടും. ചെമ്മീൻ റോസ്റ്റ്. ദോശക്കറി അല്ല സോറി ദോശ ചെമ്മീക്കറി, ദോശ വിത്ത് ചെമ്മീക്കറി. ഇത് ദോശയാ പോലെ തുറക്കിയോ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആച്ചമുടി ഇത്തരവാ. എന്റെ അപ്പന്റെ മുടി കൊടുക്കട്ടെ അല്ലെ എന്തിനു കഴിഞ്ഞല്ലേ? ഇന്ദ്രു ഇന്ന് ഡിറ്റക്ഷൻ ഇല്ലേ? പഠിച്ചതെല്ലാം നമുക്കൊന്ന് പറഞ്ഞു തന്നെ. ഡിറ്റക്ഷൻ ഉണ്ടാ? വാ ചോദിക്കട്ടെ എന്നാല്. പോലീസിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. എന്താ കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിക്കണത്? പറ. പോലീസ്. ഇതെല്ലാം എന്റെ മോനെ അറിയാം ഇവിടുന്ന് പോകുമ്പോ കേട്ടാ. എല്ലാം പറയും. പക്ഷെ ഡിറ്റക്ഷൻ വരുന്ന സമയത്ത് എന്തെല്ലോ ടെൻഷനായിട്ട് എല്ലാം എഴുതാണ്ടായി പോകും അല്ലേ? വേറെ എന്തെന്നാ എനിക്ക് മങ്കി പറഞ്ഞേ? എന്താടി? മിടുക്കൻ മങ്കി. ഇങ്ങനെ തന്നെ എഴുതണേ. എന്റെ മോന് സ്കൂളില് ഡിറ്റക്ഷൻ എഴുതണേ. ക്രാഷ് പറഞ്ഞേ. ക്രാഷ് പറ. ക്രാഷ്. ക്രാഷ് വന്നതിന് മാർക്ക് കിട്ടുവോ? പറ. കാറിന് എന്താ വരും അമ്മ പറഞ്ഞിട്ടില്ലേ? പോരട്ടെ കള്. ഇനി ക്രാഷ് കിട്ടിയില്ലെങ്കിൽ ക്രാഷ് ഇന്ദ്രു
ഇനി ക്രാഷ് കിട്ടിയില്ലെങ്കിൽ മോൻ ക്രാഷ് ഓർത്തിരുന്ന ബാക്കി ഒന്നും എഴുതാൻ കഴിയില്ല. ആദ്യം അറിയുന്നല്ലേ എഴുതി വെക്ക. എന്തെന്ന് മങ്കി അതന്നെ. ഇപ്പൊ ക്രാഷ് എന്നറിയാം. സജീഷ്. അച്ഛൻ സ്പെല്ലിങ്ങിന്റെ ലാസ്റ്റ് അക്ഷരാണ്. പക്ഷെ എന്തോ ഒരു ഓർമ്മക്കുറവുണ്ട് അല്ലേ? പഠിക്കുന്ന കാര്യത്തില് മാത്രം ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. CRASH ക്രാഷ്. ക്രാഷ് എന്നർത്ഥം ക്രാഷിന്റെ ക്രാഷ് ആവുക എന്നർത്ഥം മലയാളത്തിൽ. വണ്ടി മാത്രമല്ല, വണ്ടിന്നില്ല. ക്രാഷ് എന്ന് വെച്ചാല് ഇടിക്കുക, മുട്ടുക, അങ്ങനെ. അതിനാണ് ക്രാഷ് ആവെന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. This is so simple, very easy. അടുത്ത നികിയുടെ ഇംഗ്ലീഷ് ആണ്. നികി പറ. Tell me some. ഞാനും നികിയും കൂടി കുറച്ചു നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോകുന്നു ഗൈസ്. ഞങ്ങളുടെ ഇംഗ്ലീഷ് സംസാരമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ നികി, how are you? Tell me. How are you? I am fine. Thanks. Niki, always we are talking in English. Yes. What about your opinion? Of course. പറയേ. വേണ്ട. നല്ല ഒപ്പീനിയൻ, ഗുഡ് ഡിസിഷൻ. തന്നെ ഇംഗ്ലീഷ് ഇത് കളിയാക്കാനൊന്നുമില്ല. നമ്മളിൽ ഇപ്പൊ എന്ത് തെറ്റ്, നമ്മുടെ പ്രശ്നം എന്താ അറിയാം, നമ്മ എന്ത് തെറ്റ് വെച്ചാലും ഇംഗ്ലീഷ് സംസാരിക്കാത്തതുകൊണ്ടോ. ഇപ്പൊ എനിക്ക് മുമ്പ് ഞാൻ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. എവിടെ നമ്മുടെ ഗൾഫിലുള്ള സമയത്ത്, സൗദിയിൽ, അവിടെ ഫിലിപ്പീൻസും അവരൊക്കെ ഉണ്ട്, അവരൊക്കെയായിട്ട് ഇംഗ്ലീഷ്. പക്ഷെ ഇപ്പൊ ഒട്ടും അറിയില്ല. ഇപ്പൊ ഒട്ടും അറിയില്ല. ഇപ്പൊ അത് സംസാരിക്കുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ ഒരു കുട്ടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് വായില് വരൂല. മറ്റേത് നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുമ്പോ വായില് വരും. നമ്മളിപ്പോ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കാത്തോണ്ട കുട്ടികളും അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാത്തത്. അപ്പൊ നമ്മുടെ ചെമ്മീൻ, കുഞ്ഞു ചെമ്മീൻ, വലിയ ചെമ്മീനൊക്കെ ഇവിടെ കിടന്ന് അതെ. ഇനിയാണ് ഗൈസ് പുതിയ പരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. പുതിയ പരിപാടി ഉള്ളി വാട്ടിയിട്ട് തക്കാളിയും വാട്ടി കുറച്ച് മല്ലിപ്പൊടി, മസാല, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാക്കുക. രാവിലെ തന്നെ എല്ലാവർക്കും ഒരു തിരക്കായിരിക്കും. മക്കളെ സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഒന്ന് തിരക്കുറയുള്ളൂ. എല്ലാം ബിസി പടപടയെന്ന് ആക്കല്. എന്നാ ഒന്ന് നേരത്തെ എണീച്ചാ മതി. തിരക്ക് പിടിച്ചാക്കണം. എന്നാലും അതിനൊരു സുഖം ഉണ്ടല്ലോ. രാവിലേക്ക് എണീക്കൽ ഭയങ്കര പണിയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വെളുപ്പ്. എനിക്ക് രാത്രി ലൈറ്റായി കിടന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇനിയിപ്പോ ഒരു 2 മണിക്കോ 3 മണിക്കോ വരെ കിടക്കാം. പക്ഷെ രാവിലെ കുറച്ചു നേരം കൂടുതൽ സമയം കിടക്കണം. പണ്ടുള്ള എല്ലാരും പറയും രാവിലെ എണീക്കണം, വെളുപ്പിന് എണീറ്റ് അടുക്കളയിൽ കുളിച്ച് കയറണം എന്നൊക്കെ അല്ലെ. കഷ്ടപ്പാട്. അതൊന്നും നടക്കൂല ഗൈസ്. രാവിലെ തന്നെ കുളിച്ച് അടുക്കള കയറുന്നവരൊക്കെ ഉണ്ടാവുക, ഇല്ല എന്നല്ല. പക്ഷെ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര രാവിലെ കുളിക്കല് മലപ്പോകം മാറിയിട്ടാ മാത്രമേ ആ സമയത്തെ നമ്മൾ കുളിക്കലുള്ളൂ. രാവിലെ എണീച്ച് കുളിച്ചിട്ട് അടുക്കളയിൽ കയറും. അല്ലെങ്കിൽ കുളിക്കലേ ഇല്ല. വൈകുന്നേരം കുളിക്കും. വിളക്കത്തിക്കുന്നതിന് മുന്നായിട്ട് കുളിക്കും. ഉച്ചക്ക് ഒരു 4 മണി 5 മണി എല്ലാം ആവുമ്പോ കുളിക്കും. അത് ചിലപ്പോ മടി പിടിച്ച് മടിയാവും ചില നേരം. അയ്യോ കുളിക്കണ്ടേ എന്ന് വിചാരിച്ചു ഡെയിലി കുളിക്കും കേട്ടോ. ന്യൂ ജനറേഷൻ ആരും കുളിക്കുന്നില്ലെന്നാ പറഞ്ഞത്. 2K കിഡ്സ് ആരും കുളിക്കുന്നില്ലെന്നാ പറയുന്നത് ഡെയിലി. പക്ഷെ ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. നീയല്ല കുളിപ്പിക്കുന്നത്. പൊടിയായിരുന്നു. ഡെയിലി തല കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തലയില മറ്റേ പ്രോട്ടീൻസ് എല്ലാം നഷ്ടപ്പെടും. അങ്ങനെയാണ് ഡെയിലി തല കുളിച്ച. നിങ്ങൾ കണ്ടിട്ടില്ല ഈ പ്രാന്തന്മാരതും നമ്മുടെ റോട്ടില് പിച്ചക്കാരൊക്കെ ഇല്ലേ, ഭിക്ഷാടനം, ആ ടീം, അവരൊക്കെ തല നിറച്ച് മുടിയുണ്ടാവും. അതായത് നമുക്ക് ഇങ്ങനെ കാണുന്ന ഇഷ്ടം പോലെ മുടിയുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല മറ്റേ കഷണ്ടിയൊക്കെ ആയിട്ടൊരു പിച്ചക്കാരനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും നല്ല നിറച്ച് മുടി ഉണ്ടാവും. അതിന്റെ സംഭവം തലയിൽ പ്രോട്ടീൻസ് ആണ്. അഴുക്കുകളൊക്കെ വേണം മുടിക്ക്. ശരിക്കും പറഞ്ഞാല്
കുറച്ചിങ്ങനെ അതും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് മുടി അങ്ങോട്ട്. ഇതിങ്ങനെ നമ്മള് കെമിക്കലുകൾ ഇട്ടിട്ട് എല്ലാ ദിവസവും കെമിക്കൽ ഇട്ട് പതപ്പിച്ച് സോപ്പൊക്കെ ഇട്ട് എല്ലാം കെമിക്കൽ ഇട്ട് പതപ്പിച്ച് എന്നിട്ട് നമ്മള് കഴുകി കളയുമ്പോ പകുതി മുടി അങ്ങ് പോയിടും. മനസ്സിലായോ? മുടി എല്ലാ ദിവസവും നാളെ മുതൽക്ക് മാസത്തിൽ ഒരിക്കലും തല കുളിച്ചോ കേട്ടാ. പ്രോട്ടീൻമാർക്ക് തലയില് ഈ ദോശയില്ലേ, സത്യം പറഞ്ഞല്ലേ എനിക്ക് താല്പര്യമില്ലാത്ത ദോശ ഇത് ഇന്ദ്രന് ഇപ്പൊ പഞ്ചസാരയും കുട്ടിയെ കൊടുക്കണത്. അപ്പൊ അവന്റെ മോൻ തിന്നോന്നാവും. ഇന്ദ്ര പോയി, ഇന്ദ്ര എന്നാ വാ അങ്ങ് വാ, ദോശ ഇത്തിരിക്കോളം പഞ്ചസാര മുക്കി തിന്നു എന്റെ മോൻ. എന്നാ വാ ലേശം തിന്നി, അല്ലെങ്കിൽ വിശന്നു വാ. വെച്ചിട്ട് വെച്ചിട്ടാ ചെമ്മീൻ റോസ്റ്റ് ആവും ഉപ്പാവും സ്കൂളിൽ കൊണ്ടുപോകാൻ തരാം കേട്ടാ. ഇന്നലെ കോമഡിയാടി. ഇന്നലെ അമ്മയും കൂടിയാണ് നമ്മുടെ ബൈക്കിൽ പോയിട്ടില്ലേ. അമ്മ മറ്റേ ചുരിദാറൊക്കെ ഇട്ട് കവച്ചിരുന്നിട്ടാണല്ലോ പോയത്, നീ കണ്ടില്ലേ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ലടി ബൈക്കുമേന്ന്. പിന്നെ ഞാൻ എന്നിട്ടുണ്ടല്ലോ മറ്റേ നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ ലാൻഡിങ് ഗിയറിലിട്ട് എവിടെയൊക്കെ ഇങ്ങനെ പരതി കിടക്കണ. ഞാൻ ഇങ്ങനെ അമ്മനെ ഇവിടെ ഇറക്കുമെന്ന് ആലോചിച്ചിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് നിലത്ത് കാലത്തുണ്ടേ. എന്നിട്ട് കുറച്ച് നോക്കുമ്പോ ഒരു കല്ല് കണ്ട്, ഒരു പോസ്റ്റ് ഒരു കല്ലും കണ്ട്. എന്നിട്ട് ആ പോസ്റ്റിൽ അമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിപ്പിച്ചിങ്ങനെ സ്പൈഡർമാനെ പോലെ. എന്നിട്ട് പോസ്റ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കല്ലിൽ ഇങ്ങനെ ചവിട്ടി തൂങ്ങി ഇറങ്ങിയതല്ലേ. അല്ലേ ദുഗു ഉപ്പി പറ്റിച്ച ചെമ്മീനും ദോശയും കൂടിയാണ് തിന്നണത് അല്ലേ. ഇതിനോട് വേണം അത് ചെമ്മീൻ വേണം. അങ്ങനെ നല്ല ഉണ്ടാവും. ഇതായിട്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണേ എന്റെ മോനെ. തന്നെ ഇന്ദ്രപ്പനി ലേശം എടുക്കാം. നീ കൂടെ വന്നാ മതി വാ. വല്ലാത്ത പഠിപ്പാണ് കേട്ടാ. അവന്റെ പഞ്ചസാര ഇട്ടതാണ് ഇതിലൊഴിക്ക്. അതിനകത്ത് ഒഴിക്കണ്ടേ? അതിൽ പഞ്ചസാര ഇട്ടതല്ലേ. ഓ അങ്ങനെ നിന്നാ അത് സൈഡിലാ പഞ്ചസാര വെച്ചത്. കഴിച്ചോ, അത് മുക്കിട്ട് കഴിച്ചു നോക്കിയാലോ. നോക്ക് കേട്ടാ. മടിയൊന്നുമില്ല അല്ലേ. അതെല്ലാം അച്ഛ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയത്. മടിയൊന്നുമില്ലല്ലോ ഇപ്പൊ. അങ്ങനെ ഒരു മടിയില്ല എന്റെ മോള്. അതൊക്കെ അങ്ങനെ പറയണ്ട മോള്. അങ്ങനത്തെ സംഭവമേ ഇല്ല. അപ്പൊ നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടി പോയിരുന്നെങ്കിൽ മഞ്ഞൾപ്പൊടി, പ്രത്യേകിച്ചൊന്നുമില്ല, മുളക് പൊടി അല്ലേ, മല്ലിപ്പൊടി മതി. മല്ലിപ്പൊടി എത്ര മതി. മല്ലിപ്പൊടി എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് കഴിച്ച്. സത്യം പറയാം, എന്റെ ചൊവ്വ എനിക്ക് ഇഷ്ടമല്ല. മുളക് പൊടി ഇറച്ചി മസാല തട്ട് മതി. ലേശം ഗരം മസാല. വലിയ മസാലകളൊന്നും അത്രക്ക് നല്ലതൊന്നുമല്ല. ഒക്കെ ലൈറ്റായിട്ട് മതി. കൊറേ മസാലയൊന്നും വേണ്ട. ഇളക്കട്ടെ? വേണ്ട. പൊടികളൊക്കെ ഒന്നോടെ മൂത്ത് വരട്ട്. പൊടിയെല്ലാം മൂത്തിട്ടുണ്ട് കേട്ടാ. തക്കാളി മൂത്തില്ലെങ്കിൽ മൂത്തത് മതി. എനിക്ക് സമയായി. ഇനി മൂത്തിട്ടുണ്ട് എന്നൊക്കെ വെറുതെ അങ്ങോട്ട് പറയണ്. മൂത്തടൊന്നും ഇല്ലെന്നാ തോന്നണേ. വേറക്ക് എന്റെ ഇന്ദ്ര വേറക്കിട്ട് കയ്യും മുഖം കഴുകി. എത്ര സമയം വണ്ടി പാടുണ്ടാവും. നോക്ക് സ്പീഡപ്പ് വയ കഴുകി ഇറക്കുന്ന്. എന്ത് കഷ്ടം നോക്ക്. ഞാൻ ഇന്ദ്രൂന്റെ ഏർപ്പെടുത്തിരുന്നു. പിന്നില്ലേ അടുപ്പത്തെ തക്കാളി കാട്ടിയതുണ്ട്, അതൊന്ന് നല്ലോണം ഒടയട്ടെ. കരിയാണ്ട് നോക്കിയാ മതി. അതൊന്ന് നല്ലോണം തീ കുറച്ച് മുടി കെട്ട വന്നിട്ട് ഏട്ട സമയമുണ്ട്. വേമ്പ നോക്ക്, സമയമുണ്ട്. ഇന്ദ്രൂന് വണ്ടി പോകാൻ സാധ്യതയുണ്ട്. ഇന്ദ്രു ഡിറ്റക്ഷന്റെ അല്ലേ എഴുതണേ. പോയിട്ടില്ല. വണ്ടി വരുന്നുണ്ട്. ഇന്ദ്രന്റെ അല്ലേ? ഒരാളെല്ലാം കാണുന്നുണ്ടേ. അതെന്താ മാറ്റി വെച്ചത്? ഇന്ദ്രു ടാറ്റാ. ഇന്ദ്രുവിന്റെ വണ്ടി എത്തി. വൈകുന്നേരം കാണാട്ടാ. ടീച്ചറോട് പറയാൻ പറഞ്ഞേ.
അച്ഛങ്ങാനും വണ്ടി എടുത്ത് പോയില്ലായിരുന്നെങ്കിൽ ഇതിന്റെ വണ്ടി പോയായിരുന്നു ഇപ്പൊ. ആ സത്യം, വണ്ടി വന്ന അവിടെ കാത്ത് നിൽക്കായിരുന്നു. അച്ഛ പെട്ടെന്ന് പറപ്പിച്ച് പറഞ്ഞിട്ട് അച്ഛൻ ഡൂഡുഡൂഡുമായിട്ട് പറപ്പിച്ച് പോയോണ്ട് കിട്ടി വണ്ടി. അച്ഛ പറയുന്നത് ഇനി കൊണ്ടാക്കൂലെന്ന്, മോളെ കൊണ്ടാക്കൂലോ മോളെ കൊണ്ടാക്ക അച്ഛയും മോളും കൂടി പോയാ മതി. എന്റെ മോളെ അച്ഛ കൊണ്ടുപോക്കാതിരിക്കോ? നീ വരണ്ട, ഞാൻ വരുന്നില്ല, ഞാൻ കൊണ്ടായിക്കോളൂ. അപ്പൊ ഉണ്ടാക്കിക്കോ. അല്ല പിന്നെ അല്ലേ ദുഖുശി അച്ഛനെ മോളെ അച്ഛൻ ഉണ്ടാക്കും. അപ്പൊ ഞാൻ എപ്പോഴും നോക്കലുണ്ട്. നമ്മള് മെല്ലനെയാ നടക്കുന്നെങ്കിൽ 3 മിനിറ്റ്. ഇവിടുന്ന് സ്പീഡിൽ നടന്നാൽ 3 മിനിറ്റ്. 3 മിനിറ്റ് വേണ്ട. കറക്റ്റ് ഇവിടുന്ന് നമ്മുടെ ആ റോഡ് 3 മിനിറ്റ് വരെ ഉണ്ടെങ്കിൽ നമ്മളെ അടിപ്പാടിയാ നടക്കുന്നെങ്കിൽ. പക്ഷെ വണ്ടി അവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഓടി എത്തൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ എന്താ ഇളമ്പൊക്കെ വരാൻ പോയിട്ട്? പിന്നെന്തി അന്ന് ഉച്ചൂളിക്ക് 300 റുപ്യ ഒരു കൊട്ടൊക്കെ ഉച്ചൂളി വരെ എടുക്കായിരുന്നില്ല. 200 രൂപ അച്ഛനെല്ലാം ഇട്ട് പറഞ്ഞത് അവിടെ ഇരിക്കണ കൊട്ട കണ്ടിട്ട് പറഞ്ഞത് ഞാനും വിചാരിച്ചു. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഒരു 2 മാസം മുന്നേ വരാൻ പോയത് കിട്ടിയ നല്ല കാശിന് പണിയെടുക്കായിരുന്നു. അമ്മക്ക് അതാണ് ടെൻഷൻ. ഗേറ്റ് പൂട്ടുന്ന ചങ്ങല പോയി ഇടുന്നു. ഓ ചങ്ങല പോയാ ഭയങ്കരമായിട്ട് എന്താ ആവശ്യം അവിടെ വെറുതെ കിടക്കായിരുന്നു. എന്നാലും നമ്മളെ വീട്ടില് വെറുതെ ആയിരുന്നാലും നമുക്ക് വിഷമം ഉണ്ടാവില്ല. കണ്ട ആൾക്കാർ വെറുതെ വിഷമം തന്നെയാണ്. ആ ഫോട്ടോ വെച്ചിട്ട് എത്ര ദിവസം ഇവിടെ ഇല്ലേ ഒരു ഹിഡൻ ക്യാമറ വെച്ചാലില്ലേ ഭയങ്കര കോമഡി ഒരു സാധനം അതുപോലെ തന്നെ ഇതതിന് പഠിക്കണം. അച്ഛാമ്മക്ക് പഠിക്കണത് അതറിയാമോ? എവിടെയുണ്ടെങ്കിലും പാൻ ചേർക്കും. ഒന്നും എടുക്കുന്നില്ല. അച്ചാച്ചന് പെണ്ണ് കാണാണ്ടായ അച്ചാച്ച എപ്പോഴും പറയും ഞാനെടുത്തത്. അന്നൊരു ദിവസം ഞാൻ അച്ചാച്ചന്റെ പെണ്ണെടുത്തു. പിന്നെ തൊട്ട് അച്ചാച്ച എപ്പോഴും ഞാനാ പെണ്ണെടുത്ത് ഇഷ്ടം പോലെ പെണ്ണുണ്ടല്ലോ. ഒരു പെണ്ണെടുത്ത് അച്ചാച്ച കൊടുത്തേ. എന്റെ പെണ്ണൊന്നും എന്തെന്നാ നീ ഇടുന്നത് അവിടെ? ഇനി നിന്റെ പേട്ട മറ്റേ മുട്ട ഇതൊക്കെ അറിയല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ തക്കാളി വാട്ടിയ മസാലയിലേക്ക് നമ്മുടെ കൊഞ്ചി തട്ടി. കാര്യം എന്തേ? ഇന്നലെ 5 പട്ടിയാണ്. അത് കുറുക്കനാണ്. ക്യാമറക്കകത്ത് അല്ല, കുറുക്കനാണ്. ഞാൻ കണ്ട് പട്ടിയാണ്. കുറുക്കനാണെന്ന് ക്യാമറക്കകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. ക്യാമറക്കകത്ത് കുറുക്കനാണ്. പട്ടി കയറൂല. കുറുക്കനാ മതിലുമേന്ന് ഉള്ളിൽ കയറുന്ന കുറുക്കനാണ്. അച്ഛാ അത് കുറുക്കനാന്ന്. ആ കുറുക്കൻ ഒരിക്കൽ കേറി വിളവെടുത്താന്ന് നമ്മള് താറാവിനെ പിടിച്ചില്ലേ? കേറി അത് ശീലായ കുറുക്കൻ ചാടി വരും. കുറുക്കൻ എങ്ങനെയാ വരണേന്ന് കൃത്യമായിട്ട് വീഡിയോയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറുക്കൻ വരണ എങ്ങനെയാണെന്ന് അറിയാം. നമ്മുടെ ഈ മതിൽക്കെട്ടിനകത്ത് കുറുക്കൻ കയറുന്നുണ്ട് ഗൈസ്. എങ്ങനെ കയറണേന്ന് അറിയാമോ? ദേ ഇത് കണ്ടതേ, ഇത് കണ്ടതേ, കണ്ട ഇവിടെ കണ്ടതേ, ഇതിന്റെ മുകളിൽ ആ ചെളി നോക്കുന്നേ. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മതിൽ കണ്ടതേ, കണ്ട അവിടെ അവിടെ ഇങ്ങനെ അപ്പുറം സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കെട്ടി പൂർത്തിയാവാത്തതുകൊണ്ട് അത് മേന്ന് ഇങ്ങനെ കയറും. എന്നിട്ട് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഒറ്റ തുള്ളലാണ് ഇങ്ങോട്ട്. കണ്ടതേ കാൽപ്പാട് കണ്ട ഈ മതി. ഇതിലെ കുറുക്കനാണ് കയറുന്നത്. നായി ഒരിക്കലും ഇങ്ങനെ കയറൂല. വീഡിയോയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിക്ക് എപ്പോഴും പറയാറുണ്ട് നിന്നോട് ഈ കയ്യില് നോൺ സ്റ്റിക്കിലിട്ട് ഇളക്കരുത് എല്ലാരും പറയാറില്ലേ? പിന്നെ നീ എന്താ ചെയ്യുന്നത്? വീണ്ടും ഈ മരക്കയിലില്ലേ, ഈ മരക്കയിൽ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കുക. ഞാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ട നല്ല കൊഞ്ച് ഫ്രൈ ആയിട്ട്, കൊഞ്ച് റോസ്റ്റ് കണ്ട ഫ്രൈ എന്തായിക്കോട്ടെ. കണ്ട നല്ല അടിപൊളി സെറ്റ്. ആഹാ നല്ല മസാല കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഇനി പറ്റിക്കണ്ട. ഇല്ല മോളെ, പോകാനായിട്ടില്ല മോളെ. അച്ചാക്കി തരും. ലേശം കുരുമുളക് ഇട്ട് എന്റെ മോക്ക് എടുത്ത് കൊടുത്തിട്ട് അത് നല്ലോണം നടക്ക്. ഓക്കെ റെഡി. സെറ്റ് ഇടക്കുന്ന ഞാൻ സഹായിച്ചു കൊടുത്തോണ്ട് ക്യാമറ ഇങ്ങോട്ടേക്ക് കാണിക്കും. എന്നാ ഹെൽപ്പ് ചെയ്തോണ്ട് കൊറേ പണി എന്റെ കുറഞ്ഞ് ആരാക്കിയ പോലെ ഉണ്ടല്ലോ. ഇളക്കി തന്നില്ലോ? ഇല്ലെങ്കി കാണായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് കോരല നീ എന്തുകൊണ്ടും കോരി മോളെ. വേഗം വണ്ടിയമ്മ കയറിയാ മോക്ക് സ്കൂളിൽ പോവാ. അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് അന്ന് അച്ഛ വീഡിയോ എടുത്ത പോലെ മറ്റേ സ്കിറ്റിൽ ചെയ്ത പോലെ തിരിച്ചു വരേണ്ടി വരും. വണ്ടി ഇത്രയും കറി വെറുതെയാണ് കൊടുത്തുവിടുന്നത്. നമ്മള് തിന്നാണ്ടാണ് മോക്ക് കൊടുത്തുവിടുന്നത്. കൊണ്ടുപോയി വെക്ക്.
എന്നാ വേഗം കൊണ്ടുപോയി പാത്രം ചോറിൽ അല്ല ഞാൻ വരണ്ടല്ലോ. എന്നാ നീയും മോളും കൂടി പോയാ മതി. വണ്ടി തിരിച്ചു തരാം. വേണ്ട. വണ്ടി തിരിച്ചു തരാം. പോയാ മതി. നീ ചെല്ലി ചെല്ലി പോ. വണ്ടി തിരിച്ചു തരും. ചെല്ലി ചെല്ലി. അതിനെന്താ വേറെ നിനക്ക് മാത്രമായിട്ട് അമ്മ ഉണ്ടാക്കുമ്പോ പേടിയാ. എന്തിന് കുഞ്ഞു വരെ ആക്കാൻ തുടങ്ങിട്ടോ നിന്നെ. കുഞ്ഞു വരെ ആക്കാൻ തുടങ്ങിട്ടോ. അറിയില്ല മോളെ അമ്മേനെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ. അതാണ് പറഞ്ഞത്. അതന്നെയാണ് മോളെ അപമാനം. അപമാനം ദൈവത്തിനെ വിളിച്ചിട്ട് ദുഃഖ ബാക്കിലിരിക്കാണ് അല്ലേ? ദുഃഖ വിളിക്കൂല ഞാൻ വരുന്ന അറിയില്ല. ഒപ്പം വരുമ്പോഴേക്ക് ഞാൻ നല്ല ദോശ ഇട്ടുതരാം. അങ്ങനെ അവരച്ഛനും മോളും പോയി കേട്ടാ. ഇനി ഞാൻ എന്തായാലും ദോശ ഇടട്ടെ. അപ്പൊ ഞാനിതാ ഇവിടെ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓപ്പ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പൊ കേക്ക കൊറേ എന്തെല്ലോ പറയുന്നതെല്ലാം കേക്കാട്ടെ. എന്തായാലും നമുക്ക് ചോദിക്കാം. മിക്കവാറും വണ്ടി പോയി എന്നേ പറയുള്ളൂ. പറ എന്താണ് വണ്ടി പോയാ? മോളെ ഞാനല്ല വണ്ടി പോയിട്ട് ഞാൻ പുറകെ സ്കൂട്ടി എടുത്ത് ചേസ് ചെയ്ത് കാട്ടാമ്പള്ളിയിൽ വണ്ടി ഇങ്ങനെ കുന്നിന്റെ മേലെ നിർത്തുമ്പോ ഞാൻ ഇങ്ങനെ കൊണ്ടിട്ട് മുന്നിൽ കൊണ്ട് നിർത്തി. ഇങ്ങനെ മുമ്പിൽ കൊണ്ട് വട്ടോട്ട് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ഞാൻ രാവിലെ പുട്ടല്ലല്ലോ തന്നത്. ദോശയാ നീ തന്നെ. പുട്ട് ദോശ തിന്നിട്ടില്ല. തള്ളുന്ന എന്റെ പൊന്നു മോനെ, ഞാൻ ഇന്നും ഇന്നലെയും കൊണ്ടാക്കാൻ തുടങ്ങിയതൊന്നല്ല. ഇന്നൊരു ദിവസം കൊണ്ടാക്കുമ്പോഴേക്കും മോൻ വലിയ വർത്താനൊന്നും പറയണ്ട. ഇന്ന ഇരിറ്റേഷൻ കൊണ്ടാക്കാനാ ഒരു ദിവസം നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ടുള്ള ആഴ്ചയില് ഒരു 2-3 ദിവസമെങ്കിലും ഞാൻ സ്കൂട്ടിമ്മ ഉണ്ടാക്കല്. വൈകുന്നേരം കൂട്ടാൻ വരുത്തോ സ്ഥിരം നോക്കില്ല. നോക്ക്. പക്ഷെ ഇന്ന് ദുർഗന്റെ വണ്ടി പോയിട്ടില്ല. എനിക്കറിയാം വണ്ടി പോയിട്ട് ഞാൻ എന്റെ പുറകെ ഓടിയത്. വേഗം വന്നല്ല. വേഗം വരണ്ടേ? ഞാൻ അവിടെ പോയി വരെ പോവണമെങ്കിൽ ഇത്രയും സമയമൊന്നും പോരാ. വണ്ടിയൊന്നും പോയില്ല. കാരണം എനിക്കറിയാം വണ്ടീന്റെ സമയം 8:55 വണ്ടി വരുള്ളൂ. അപ്പൊ ഇടുന്ന 8:45 കഴിഞ്ഞപ്പോ പോയി. 50 ആകുന്നതിന് മുന്നേ ആയിട്ട് പോയി. സ്കൂട്ടിക്ക് പോകുമ്പോൾ അത്രയും സമയം കൊണ്ട് വണ്ടി ഒന്നും ഇതെല്ലാം അറിയാമെങ്കിൽ നിനക്ക് അങ്ങ് സ്കൂട്ടി എടുത്ത് പോയാൽ പോരായിരുന്നില്ലേ? കാണായിരുന്നു ട്രേസ് ചെയ്ത് പിടിക്കണത്. പിന്നെ ഇന്ന് ഈ വ്ളോഗില് നിങ്ങൾ ആരും പറയാൻ പാടില്ല സജീഷ് പണിയെടുത്തിട്ടില്ല. രാവിലെ തൊട്ട് മറ്റേ എന്താ പറയാ നായി നയിക്കുന്ന പോലെ പണിയെടുത്ത്. രാവിലെ എന്താ പറയാ എനിക്ക് ദോശ ചുട്ട് തന്ന്. അത് നല്ല അടിപൊളി ദോശ. പിന്നെ ഇന്ദ്രൂട്ടിനെ മാറ്റി നിങ്ങൾ കണ്ടതല്ലേ അത്. നിങ്ങൾ ഇനി ഇതിൽ കൂടുതൽ എന്ത് പണി ഞാൻ എടുക്കണം? ഒരു കൊച്ചു കരയുന്നില്ലേ? ഇനി എന്ത് ഞാനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യണം ഇതിൽ കൂടുതൽ? ഇനി എന്ത് സത്യം ചെയ്യണം? അതെ ഇതെല്ലാം സജുമോനെ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ദുർഗേനെ കൊണ്ടാക്കി. അതൊക്കെ പോട്ടെ. നീ ഒരു കാര്യം ചെയ്ത് ദോശയും ഒരു ലേശം ചെമ്മിക്കറി നോക്കട്ടെ. ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. ഇതെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് വണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെറുതെ ഞാൻ അവിടെ ചെന്ന് ഞാനത് അവരോട് പറഞ്ഞു. നമ്മളെ വ്യൂവേഴ്സിനോട് എല്ലാരോടും ഞാൻ പറഞ്ഞു ഓപ്പിക്ക് വന്നിട്ട് തള്ളി മറിക്കുന്നു. എന്താ വണ്ടി എടുത്ത് ഓടിയിട്ടില്ലേ? ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലേ? പിന്നെ ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് അവിടെ ചെന്നപ്പോ വണ്ടി വരുന്നേ ഉണ്ടായുള്ളൂ. കറക്റ്റ് ദുഃഖന് കയറ്റിവിട്ട് ഇങ്ങ് പോന്നു. അപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. ഇനിയിപ്പോ നമുക്ക് രാവിലെ ചായ കുടിക്കാം. പിന്നെ ഇനി നമുക്കൊരു മോർണിംഗ് വ്ലോഗ് ആക്കിയത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഈ വീഡിയോ കഴിയില്ല. കാരണം നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പോ ചായ കുടി കഴിഞ്ഞിട്ട് നമുക്ക് വ്ലോഗ് പഠിക്കാം. കൊതിയാവുന്നു. വേഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവിലത്തെ ചായക്കടി ഏതാന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ ഈ ദോശ ഇല്ലേ. പക്ഷെ ഞാൻ ഇതുവരെ ചുട്ടിട്ട് ഇങ്ങനത്തെ ടേസ്റ്റ് കിട്ടില്ല. ഞാൻ ദുർഗനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തില്ലേ സ്ഥിരം വീട്ടിൽ പോയപ്പോ തൊട്ട് ആ പ്രസവിച്ച് ഇങ്ങോട്ട് വരുന്നവരെ ഡെയിലി അമ്മേനെ കൊണ്ട് കണ്ണൂർ ഈ ദോശയും അമ്മ തലേന്ന് വെച്ച മീൻകറിയും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്. എന്താന്ന് രക്ഷപ്പെട്ട് എനിക്ക് എന്താണെന്നറിയില്ല ഗൈസ്. ഈ ദോശനോട് വലിയൊരു താല്പര്യം ഇല്ല സത്യം പറയാം. എനിക്കിത് അങ്ങനെ വലിയ പിടിക്കാറില്ല. ഇത് പക്ഷെ അമ്മ ചുടുന്നത് ഇങ്ങനത്തെ ഇത് നോൺ സ്റ്റിക്കിൽ ചുട്ടതുകൊണ്ടാണ് ഇങ്ങനെ. അമ്മ ചുടുന്ന മറ്റേ നമ്മളെ സാധാരണ ദോശക്കല്ലില്ലേ ഇത് കീറുമ്പില്ല. ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ഞാൻ ഇനി ഒരു ദിവസം പോയി കഴിയുമ്പോ അവിടെ നിന്ന് ആക്കി കാണിച്ചു തരാം കേട്ടാ. അമ്മയുടല് സാധാരണ നമ്മളെ ദോശക്കല്ലില്ലേ ആ ദോശക്കല്ല് പണ്ടത്തെ ദോശക്കല്ലില് വെളിച്ചെണ്ണ
വാഴയുടെ കൈയിനെ കൊണ്ട് വെളിച്ചെണ്ണ പെരട്ടിയിട്ടാണ് ദോശ ചൂടുക. വെളിച്ചെണ്ണയിൽ ഈ ദോശ ചൂടുമ്പോ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ നോൺ സ്റ്റിക്കിൽ വെളിച്ചെണ്ണ വരട്ടുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ദോശക്കല്ല് വാങ്ങി നിനക്ക് അതുപോലെ ചുട്ടാപ്പോരെ, വലിയ പണിയില്ലല്ലോ. വേണ്ട, ഞാൻ രാവിലെ ഇനി ദോശക്കല്ല് വാങ്ങിക്കാൻ അങ്ങോട്ടും വേണ്ട പോളെ, ഇത് തന്നെ സമയം പിള്ളേരെ കൊണ്ട് ഞാൻ നെട്ടോട്ടോടെ ഇനി ദോശക്കല്ലും കൂടി വാങ്ങിയാൽ എനിക്ക് വേണ്ട. അത് ഞാൻ അവിടെ പോകുമ്പോ നോക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു അല്ലെ? ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. എനിക്ക് ചായ കുടിക്കുന്നു. ഞാൻ ചായ ഇല്ലാതെ ചപ്പാത്തിയും ചപ്പാത്തി ചപ്പാത്തി എന്താ അപമാനോടി കൂടി കിടന്ന് ചപ്പാത്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ചപ്പാത്തി അപമാനം എന്നല്ല ഞാൻ പറഞ്ഞത്. ദോശ കൊണ്ടൊക്കെ മുന്നിൽ വെച്ചിട്ട് ചപ്പാത്തി എന്ന് പറയുന്നത് അത് ആ ദോശേനെ അപമാനിക്കുന്നതിന് തുല്യ. എനിക്കിത് ദോശയാണെന്ന് തോന്നാറില്ല ഗൈസ്. എപ്പോഴും എനിക്ക് ദോശ എന്ന് പറഞ്ഞാൽ ഞാൻ ദോശ ഉദ്ദേശിച്ചത് എനിക്ക് നമ്മുടെ മറ്റേ ദോശയും ചട്നി. അത് നിങ്ങൾ വളർന്നു വന്ന രീതിയും ചുറ്റുപാടുകളും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഉഴുന്നു ദോശ മാത്രമേ ദോശയായിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ രാവിലെ അമ്മൂനെ വിളിച്ചപ്പോ അമ്മ എന്ത് ദോശ അറിയാം ചുട്ടത്, അതിന്റെ റെസിപ്പി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചെറുപയറ് ദോശ. അടിപൊളി. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറ് ദോശയാണ്. നമ്മളെ വീഡിയോ കാണുന്നവര് ചെറുപയറ് ദോശ ഉണ്ടാക്കാൻ അറിയുന്നവര് നമ്മളെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഇനി എന്റെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ചെറുപയറ് ദോശയായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല ദോശയും നമ്മുടെ മറ്റേ ദോശയാണ്. ആ രണ്ട് ദോശ തരത്തിലുള്ള ദോശകൾ ഉണ്ട് എന്നുള്ളത് ഓപ്പ റിസർച്ച് ചെയ്യണം. അങ്ങനെ കുറെ ദോശയെല്ലാം ഉണ്ട്. അങ്ങനെ കുറെ നമ്മുടെ പുട്ടിൽ കുറെ പുട്ടില്ലേ, എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടതല്ലേ ഇത്, പിന്നെ രക്ഷയിലായിരിക്കൂലല്ലോ. എനിക്ക് പക്ഷെ ഈ കറിയല്ല ഇഷ്ടം, എനിക്ക് മീൻ കറിയോ ഇഷ്ടത്തല്ല. എന്തായാലും സംഭവം കൊള്ളാട്ടെ. ഞാൻ കുറ്റം പറഞ്ഞെങ്കിലും സംഭവം ടേസ്റ്റ് ആണ്. ദോശനെ കുറ്റം പേര് മാത്രം ഞാൻ മാറ്റി പറഞ്ഞോളൂ, ഇതിനെ കുറ്റം പറഞ്ഞില്ല. അച്ഛനും അമ്മ ഇവിടെ ഇല്ലാട്ടാ, ഇവിടെ ഇല്ലാന്നല്ല, അമ്മ സംഘത്തിന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അമ്മേനോട് കുറച്ചു വേണ്ടി ചായ കുടിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് പറ്റൂല ഇപ്പൊ തന്നെ പോയി വാങ്ങിക്കണത്. അപ്പൊ കുറിന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടി പോയി. അച്ഛൻ ആ രാമേട്ടന്റെ അടുത്തുണ്ടാവും. അപ്പൊ നമ്മളെന്തായാലും ചായ കുടിച്ചു. അപ്പൊ നമ്മുടെ കൊഞ്ചി കണ്ട, കൊഞ്ചി ഇങ്ങനെ അങ്ങോട്ട് കൊഞ്ചി എടുക്കുക. എന്നിട്ട് കൊഞ്ചി രുചിയുണ്ട്, അത് വേറെ കാര്യം. പിന്നെ രുചിയല്ലേ വേണ്ടത്. ഈ കറിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടം. ഈ കറിയുടെ ഒപ്പം ആയതുകൊണ്ട് 4 ദോശ വന്നിട്ടുണ്ടോ? അപ്പൊ 4 ദോശയും അതിനിടയിൽ ഈ കറിയും കൂട്ടി ഞങ്ങൾ അടിക്കട്ടെ. അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവര്, ഇതുവരെ ഉണ്ടാക്കാത്തവര് ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ചെമ്മീൻ റോസ്റ്റോ അല്ലെങ്കിൽ തലേന്നത്തെ മീൻ വേണമെന്നൊന്നുമില്ലല്ലോ, വലിയ മീൻ വേണമെന്നൊന്നുമില്ല. പൊടിച്ചെമ്മീനായാലും ഇതുപോലെ ആക്കാം. അതുപോലെ തന്നെ ദോശയും ആക്കിയിട്ട്, അല്ലെങ്കിൽ ചെമ്മീനൊന്നും ഇല്ലെങ്കിൽ തലേന്നത്തെ മുളകിട്ട് വെച്ച മീൻ കറിയും കൂട്ടിയിട്ട് ഈ ദോശ ഒന്ന് കഴിച്ചു നോക്കിയേ, നിങ്ങൾ പറയും. ആക്കി നോക്കിയവര് നമ്മൾ ഏതെങ്കിലും വീഡിയോന്റെ താഴെ കമന്റ് ഇടണം കേട്ടോ. ആക്കി നോക്കി സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. സൂപ്പർ ആയിരിക്കും, മാത്രം സൂപ്പർ ആയെന്ന് പറഞ്ഞാൽ മതി. സൂപ്പർ ആയിരിക്കും, ഞാൻ 100%, 101% ഗ്യാരണ്ടി ഗൈസ്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഈ വ്ളോഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു മോർണിംഗ് വ്ളോഗ് ആയിരുന്നു. ചെമ്മീനൊക്കെ അതെനിക്ക് ചെമ്മീനെ കിട്ടിയപ്പോ അങ്ങനെ അച്ഛന് കിട്ടിയ ചെമ്മീനാണ്, അപ്പൊ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ബാക്കി നമുക്ക് ഇനിയിപ്പോ എന്താ പരിപാടികൾ നോക്കട്ടെ. ചെറിയ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കണം, സ്കിറ്റുകളോ ഷോർട്സ് എന്തെങ്കിലും ഒക്കെ നോക്കണം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എനിക്ക് എന്താ പറയുന്നേ, ക്യാമറാമാൻ സജീഷിനോടൊപ്പം എന്നും എന്നുണ്ടാവില്ലേ കൊച്ചുകളി. പിന്നില്ലാണ്ട് ആരോടെ പോകാനാന്ന്, എന്തിനാ പോയിട്ട് ഇതെല്ലാം തന്നെയാ. അത് മറ്റേ എഴുതിന്ന് പറഞ്ഞിലേക്കാ അല്ലടി, നീ പോകാത്തതുകൊണ്ടല്ല, ഇതിലും നല്ലത് വേറെ എനിക്ക് കിട്ടാനില്ല. ഇതിലും നല്ലത് സ്വപ്നങ്ങളിൽ മാത്രം, സത്യം. അത് ഞാൻ പറയലുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഓപ്പനോട് ഞാൻ പറയും, ഇടയ്ക്ക് ഞാൻ ഓപ്പനോട് പറയും, പക്ഷെ എന്റെ ഓപ്പയെ അന്ന് ഓപ്പനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു. ചിലപ്പോ നിനക്ക് ഇതിലും നല്ലത് നല്ലത് കിട്ടൂലെന്ന് എനിക്ക് 100% അത് ഓപ്പനെ കൂടുതൽ ഇരുത്തിയിട്ട് ഞാൻ പൊക്കുന്നില്ല. ഞാൻ ഓഫാക്കുന്നത് ഗൈസ്, എനിക്ക് എന്റെ മതി. ഞാൻ എന്റെ മുത്തിന് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഇവിടെ പെര തുടക്കാനാ നിലം കഴുകാനാ മറ്റോ ഉണ്ട് എന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞപാടെ എന്നാ തൊഴിലിലേക്ക് വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ അതൊക്കെ പോയി ചെയ്ത് കൊടുക്കട്ടെ. അതാണ് ഇത്രയും പൊക്കുന്നത് അവള്. ഞാൻ പൊങ്ങി അങ്ങ് മാനം മുട്ടാനായി ഗൈസ്. അപ്പൊ എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. അമ്മ പൈസ കിട്ടിയാ? പാത്രം പൈസ കിട്ടിയാ ഗൈസ്? നമ്മളൊരു കുറി കൂടിയിട്ടുണ്ടായിരുന്നു, ആ കുറിന്റെ പൈസ വട്ടത്തിൽ കിട്ടി. അതുകൊണ്ട് എന്തോ അമ്മക്ക് പൈസ കിട്ടിയതല്ല കാര്യം.
പാത്രം പാത്രം കിട്ടിയത് ഇത് നമ്മുടെ ചേരിക്കെല്ലാം കുറിയായിരുന്നു അല്ലേ? അപ്പൊ അമ്മ ഹാപ്പി, കൂടെ ഞങ്ങൾ ഹാപ്പി, വീഡിയോ കണ്ട നിങ്ങളും ഹാപ്പി. അപ്പൊ വീണ്ടും അതിന്റെ ഒരിക്കൽ കൂടി ടാറ്റ.